ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഒരു പ്രധാനപ്പെട്ട തീരുമാനം തിരുവനന്തപുരം കാസർഗോഡ് സിൽവർ ലൈൻ പദ്ധതി റദ്ദ് ചെയ്ത് ഉത്തരവ് പുറപ്പെടുവിക്കാനുള്ള തീരുമാനമെടുത്തു. പ്രസ്തുത പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ചിട്ടുള്ള എല്ലാ വിജ്ഞാപനങ്ങളും റദ്ദ് ചെയ്യാൻ തീരുമാനിച്ചു. ഞങ്ങളതിനെ എതിർത്ത് സിൽവർ ലൈൻ എതിർത്ത് ഞങ്ങൾ സമരം ചെയ്തതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഉത്തരവ് റദ്ദാക്കാനും ഈ ഭൂമി ഏറ്റെടുക്കൽ നോട്ടിഫിക്കേഷൻ ഡീനോട്ടിഫൈ ചെയ്യാനുമുള്ള സുപ്രധാനമായ തീരുമാനമെടുത്തിട്ടുണ്ട്. പിന്നെ പദ്ധതിക്ക് വേണ്ടി സ്ഥാപിച്ചിട്ടുള്ള മഞ്ഞക്കുറ്റികൾ അത് നീക്കം ചെയ്യുന്നതിന് റവന്യൂ വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നീക്കം ചെയ്യാം, മഞ്ഞക്കുറ്റികളെല്ലാം മാറ്റും. DPR പോലും ഇല്ലാതിരുന്ന പദ്ധതി ആയിരുന്നില്ല കേരളയിൽ. കേരളം റെയിൽവേ മന്ത്രാലയത്തിന് DPR സമർപ്പിക്കുന്നത് 2020 ജൂൺ 24-ന്. 2022 ജനുവരിയിൽ അന്നത്തെ LDF സർക്കാർ DPR നിയമസഭയിൽ വെക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് ഇന്നത്തെ മുഖ്യമന്ത്രി VD സതീശൻ കേരളത്തിൽ നടപ്പിലാക്കിയ വൻകിട പദ്ധതികളെല്ലാം ഒരിക്കൽ ഉപേക്ഷിച്ചു പോയ ദേശീയപാത വികസനം അടക്കം നടപ്പിലാക്കിയത് ഭൂമി ഏറ്റെടുത്തു തന്നെ. ആ പ്രതിഷേധങ്ങളെയൊക്കെയും അർഹമായ പുനരധിവാസം കൊണ്ട് നടപ്പിലാക്കാൻ കഴിഞ്ഞ കേരളത്തിന് സിൽവർ ലൈനിൽ പിഴച്ചതെവിടെയാണ്? തീരദേശ ഹൈവേയും മലയോര ഹൈവേയും ഇടമൺ കൊച്ചി പവർ ഹൈവേയും വയനാട് തുരങ്കപാതയും ഗെയിലുമൊക്കെ പ്രതിഷേധമിരമ്പിയപ്പോഴും നടപ്പിലാക്കാൻ അനുവദിക്കില്ലെന്ന് വെല്ലുവിളിച്ചപ്പോഴും നാടിന്റെ അനിവാര്യതയായിരുന്നു. സ്വന്തമായി ഉണ്ടായിരുന്നതെല്ലാം വിട്ടുകൊടുത്ത് എത്രയോ മനുഷ്യരാണ് അതിവേഗമുള്ള സഞ്ചാരമെന്ന ആധുനിക കേരളത്തിന്റെ ആവശ്യത്തെ യാഥാർത്ഥ്യമാക്കിയത്. പക്ഷേ കേന്ദ്രാനുമതിക്ക് മുന്നേ മനുഷ്യന്റെ സ്വപ്നങ്ങളുടെ മേൽ പതിച്ച മഞ്ഞക്കുറ്റി തകർത്തു കളഞ്ഞത് ഒരു സർക്കാരിനോടുള്ള അവന്റെ വിശ്വാസ്യത കൂടിയാണ്. അധികാരത്തിലേറി 3-ാം ദിവസം മുൻ സർക്കാരിന്റെ സ്വപ്ന പദ്ധതി റദ്ദാക്കിയതായി പ്രഖ്യാപിച്ചിരിക്കുന്നു മുഖ്യമന്ത്രി VD സതീശൻ. നല്ലത് തന്നെ. കേരളയിൽ യാഥാർത്ഥ്യമായാൽ ഭൂമി നഷ്ടമാകുമായിരുന്ന മനുഷ്യർക്ക് കോൺഗ്രസ് കൊടുത്ത ഉറപ്പുകൂടിയായിരുന്നു അത്. പക്ഷേ സിൽവർ ലൈൻ പ്രതിഷേധങ്ങളിൽ മുൻനിരയിലുണ്ടായിരുന്ന കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനം ഹൈസ്പീഡ് റെയിലാണ്. അടുക്കളയും കുളിമുറിയും കിടപ്പുമുറിയും ഒക്കെ സർവേയുടെ പരിധിയിൽ വരാത്ത ഹൈസ്പീഡ് റെയിലാണോ പ്രകടന പത്രികയിൽ കോൺഗ്രസ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്നറിയില്ല. ദേശീയപാത വികസനത്തിനായി തുറന്ന ഓഫീസ് പോലും പൂട്ടി സീൽ വെച്ചു പോയവർ എങ്ങനെയാണ് ഹൈസ്പീഡ് റെയിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നും അറിയില്ല. ആ ലെവലിലേക്ക് കേരളം പോയി കഴിഞ്ഞാൽ 2035-2040 കാലഘട്ടത്തേക്കുള്ള വികസനം കണക്കാക്കി കർണാടകയിലെയും ഹൈദരാബാദിലെയും IT കമ്പനികൾ വാങ്ങിക്കൂട്ടിയ ഭൂമിയും ലാൻഡ് ബാങ്ക് സ്പെഷ്യൽ എക്കണോമിക് സോൺ പെർമിഷൻ അടക്കം വാങ്ങി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഭീമൻ കെട്ടിടങ്ങളും എല്ലാം വലിയൊരു ശതമാനം പാഴാകുമെന്നും ഇതിലൂടെ തങ്ങൾക്ക് വരാനിരിക്കുന്ന ഇൻഫ്രാസ്ട്രക്ചർ ലെൻഡിംഗ് ബിസിനസ് അവതാളത്തിലാകുമെന്നും ഇത് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുമെന്നും അവർ മനസ്സിലാക്കി. സർ, ഈ വികസന വിപ്ലവത്തെ തടയിടാൻ പോംവഴിയായി അവർ കണ്ടെത്തിയത് കേരളത്തിലെ കോൺഗ്രസിനെ കൂടെ നിർത്തി ഈ പദ്ധതിയെ തകർക്കുക എന്നതായിരുന്നു. സർ, ഈ കൊടും ചതി ചെയ്യുന്നതിനായി നിങ്ങൾ ശബ്ദം വെക്കും. ഈ കൊടും ചതി ചെയ്യുന്നതിനായി AICC ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാലുമായി ഈ കമ്പനികൾ പ്രാഥമികമായ ഗൂഢാലോചന നടത്തുകയും ഈ ദൌത്യത്തിന്റെ ഉത്തരവാദിത്തം കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനെ ഏൽപ്പിക്കുകയും ചെയ്തു. ദൌത്യം വിജയിച്ചാൽ സതീശന് കിട്ടിയ ഓഫർ കേരളത്തിന്റെ മുഖ്യമന്ത്രി പദമായിരുന്നു. സർ, ഈ തിരഞ്ഞെടുപ്പിൽ LDFനെ പരാജയപ്പെടുത്താൻ എത്ര പണം ചെലവഴിക്കാനും ഈ കമ്പനികൾ അന്ന് തയ്യാറായിരുന്നു. സാർ, ഇനിയാണ് നിങ്ങൾ കേൾക്കേണ്ടത്. നിങ്ങളെപ്പോലും വിറ്റ് നിങ്ങളുടെ നേതാവ് പണം വാങ്ങിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ ഓരോരുത്തരും ആലോചിച്ചോ? ഈ ആവശ്യത്തിലേക്ക് ഫെബ്രുവരി 2021 ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ 150 കോടി രൂപയാണ് ഇലക്ഷൻ ഫണ്ട് എന്ന നിലക്ക് കൈക്കൂലിയായി ശ്രീ VD സതീശന്റെ കയ്യിലെത്തിയിട്ടുള്ളത്. കേട്ടിട്ട് പറഞ്ഞോ? ബാംഗ്ലൂരിൽ നിന്നും ഫ്രോസൺ ചെയ്ത മത്സ്യം കൊണ്ടുവരുന്ന 20 ഫീറ്റ് കണ്ടെയ്നർ ലോറിയിൽ 50 കോടി രൂപ വീതം 3 ഘട്ടങ്ങളിലായാണ് പണം തൃശൂർ ചാവക്കാടിനടുത്തുള്ള ചേറ്റുവക്കടപ്പുറത്തെത്തിച്ചത്. അവിടെ നിന്നും 2 ആംബുലൻസുകളായി VD സതീശന്റെ കൂട്ടാളികളുടെ കയ്യിൽ ഈ പണം എത്തുകയും 2021 തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച 150 കോടി വന്നിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടിയെന്ന് എനിക്കറിയില്ല. എനിക്കറിയുന്ന കുറച്ച് കോൺഗ്രസ് മത്സരിച്ച സ്ഥാനാർത്ഥി സുഹൃത്തുക്കളോട് ഈ വിവരം അറിഞ്ഞപ്പോൾ ഞാൻ അന്വേഷിച്ചു, നിങ്ങൾക്കൊക്കെ ഇലക്ഷൻ ഫണ്ട് എന്താ കിട്ടിയെന്ന്. ഫണ്ട് വരും, നിങ്ങൾ മുന്നോട്ട് പോയിക്കോ എന്ന് പറഞ്ഞു. പലരും പാവപ്പെട്ട കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ വീട് പണയം വെച്ചിട്ട് ഇപ്പൊ എത്തിയില്ല. കിട്ടിയ കാശ്, ഈ വാങ്ങിയ കാശിന്റെ എത്ര ശതമാനം നിങ്ങൾക്ക് കിട്ടിയെന്ന് എനിക്കറിയില്ല, കിട്ടിയവർക്കറിയാം. ഈ പണം
കേൾക്കും നിങ്ങള് മറുപടിയിൽ പറയാം, നമ്മളിവിടെ ഉണ്ടല്ലോ. ഈ പണം ഉപയോഗിച്ച് പ്രതിപക്ഷ നേതാവ് കർണാടകയിലാണ് ഈ പണം കൊണ്ട് നിക്ഷേപിച്ചിട്ടുള്ളത്. എന്നും രാവിലെ ബാംഗ്ലൂരിലേക്കാണ് പോകുന്നത്. ആ യാത്രാരേഖകൾ പരിശോധിക്കട്ടെ. ഒരു മാസത്തിൽ 3 തവണയെങ്കിലും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ബാംഗ്ലൂരിൽ പോയിട്ടുണ്ടോ അല്ലോ എന്നത് അന്വേഷണ ഏജൻസികൾ പരിശോധിക്കട്ടെ. അത് കഴിഞ്ഞില്ലല്ലോ 2021 തൃക്കാക്കര തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിലും മുഖ്യ വിഷയമായി നിങ്ങൾ ഉയർത്തിയത് ഈ കേരളയിൽ തന്നെയായിരുന്നു. എത്ര കോടിയാണ് കിട്ടിയത് ആ തെരഞ്ഞെടുപ്പിന്? 25 കോടി. ഒരു മിനിറ്റ് സർ, ഒന്ന് പറഞ്ഞു തീരട്ടെ, ഇതൊരു സീരിയസ് ആയ വിഷയമാണ്. 25 കോടി. നിങ്ങൾക്കറിയോ UDF-ന്റെ ആദ്യത്തെ സമ്മേളനം, ഇലക്ഷൻ സമ്മേളനത്തില് അന്ന് KPCCയുടെ പ്രസിഡന്റ് അവിടെ വന്നപ്പോ ഈ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതെന്താ? ഇവിടെ ഇലക്ഷൻ ഞാൻ നടത്തും, എനിക്ക് KPCCയുടെ ഒരു ഔദാര്യവും ആവശ്യമില്ല എന്ന് അന്ന് പറഞ്ഞത് പ്രിയപ്പെട്ട രമേശ് ചെന്നിത്തലയടക്കം ഈ 25 കോടിയുടെ ബലത്തിലായിരുന്നോ എന്നൊന്ന് അന്വേഷിച്ചോട്ടെ. നമുക്കറിയാം ഇപ്പൊ തന്നെ കേരളം ഒരു ടൈറ്റ് പാക്ഡ് വില്ലേജാണ്. ഒരു 10-20 കൊല്ലം കഴിയുമ്പോഴത്തേക്കും ഇത് വന്ന് വളരെ ടൈറ്റ് പാക്ഡ് ആയിട്ടുള്ള ഒരു പട്ടണമായി മാറും. ആ സമയത്ത് ഇനിയുള്ള കാലത്ത് ഒരു സ്ഥലം അക്വയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു പദ്ധതി രൂപീകരിക്കുക എന്ന് പറഞ്ഞാൽ അസാധ്യമായ കാര്യമായിരിക്കും. ഇപ്പൊ ഇങ്ങനൊരു മണ്ണെടുത്തിട്ട് കഴിഞ്ഞാൽ ഇനിയും വരുന്ന ടെക്നോളജി അനുസരിച്ച് മേലെ താഴെ ഒക്കെ ആയിട്ട് ഇത് പലതും ചെയ്യാൻ പറ്റും. സർക്കാരിന്റെ കയ്യിലാണ് ആ മണ്ണെങ്കിൽ. അതിനാണ് ഈ UDF-കാർ, ഈ VD സതീശൻ ഉൾപ്പെടെയുള്ളവർ തുരങ്കം വെച്ചത്. വരും കാലത്ത് ഇവിടുത്തെ അന്നത്തെ തലമുറ പറയും നിങ്ങളാണ് ഞങ്ങളോട് ദ്രോഹം ചെയ്തത് എന്ന്. ഇത്ര പെട്ടെന്ന് 14 മണിക്കൂറിൽ നിന്ന് 4 മണിക്കൂറിൽ എത്തേണ്ട ഒരു കാര്യം എന്താണ്? 12 മണിക്കൂറിൽ നിന്ന് 4 മണിക്കൂറിലേക്ക് നല്ല ആവശ്യമുണ്ടോ? അതൊക്കെ സാധാരണക്കാരന് അത്ര അത്യാവശ്യമില്ല. അതിനേക്കാളും നമുക്ക് ബസ് വികാരം കാണാതെ വയസ്സൻ ചിന്ത മാത്രം നിൽക്കുന്നതുകൊണ്ടാണ് അതിവേഗത്തിൽ ഒന്നും വേണ്ട, ആർക്കാ ഇത്ര ധൃതി എന്നൊക്കെ പറയുന്നത്. ചെറുപ്പക്കാർക്ക് ധൃതി ഉണ്ടെന്നേ, ചെറുപ്പക്കാർക്ക് നല്ല ധൃതിയുണ്ടോ അവിടുത്തെ എത്താൻ. അവരുടെ സ്വപ്നത്തിന് അനുസരിച്ച് രാഷ്ട്രം വളർന്നില്ലെങ്കിൽ, നാട് വളർന്നില്ലെങ്കിൽ വളർന്ന നാട്ടിലേക്ക് അവർ കയറി പോകും. നിങ്ങൾ ഏതെങ്കിലും അനാഥാലയത്തിൽ കിടന്ന് പുഴുത്ത് ചാവും.